വീട്ടിലിരിക്കാൻ പറ്റില്ല. മൈക്കുണ്ട്. മതി 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 ഒന്നും പറയില്ലല്ലോ. ഭാഗ്യം. അല്ല, ഞങ്ങൾക്ക് ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു സമയമാണ്, രാത്രിയാണിത്. കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ, എനിക്കൊന്ന് കേരള സമൂഹത്തിൻ്റെ തന്നെ കേരള നമ്മളുടെ സിനിമാ കാഴ്ചയുടെ ഒരു പാരമ്പര്യത്തിൽ ഒരു അമ്മയുടെ ആർക്കിടൈപ്പ് എന്ന് വിളിക്കാവുന്ന കവിയൂർ പൊന്നമ്മ ചേച്ചി നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. ഏതാണ്ട് പതിറ്റാണ്ട് കാലത്തോളം, അത് നൂറ്റാണ്ടോളം മലയാളിയുടെ അമ്മയായി മാറിയ ആളാണ് കവിയൂർ പൊന്നമ്മ ചേച്ചി. ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ശ്രീ സിബി മലയിലുണ്ട്. അദ്ദേഹം ചെയ്ത സിനിമകളിൽ കവിയൂർ പൊന്നമ്മ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ എക്കാലത്തെയും ഐക്കോണിക് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളാണ് കവിയൂർ പൊന്നമ്മ ചേച്ചി അവതരിപ്പിച്ചതെന്ന് നമുക്കറിയാം. ചേച്ചിയുടെ വിയോഗം ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നു. ചേച്ചിക്ക് നാളെ കളമശ്ശേരി ടൗൺ ഹാളിൽ 9 മണി മുതൽ 12 മണി വരെ പൊതുദർശനത്തിന് ചേച്ചിയുടെ ഭൗതിക ശരീരം എന്നതാണ്. അതിനുശേഷം ചേച്ചിയുടെ വീട്ടിൽ, ആലുവയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടുവളപ്പിലാണ് സംസ്കാരം നടത്തുക. എന്തായാലും ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമ്മളുടെ അമ്മ കഥാപാത്രങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ തലമുറയിലെ അവസാനത്തെ ഒരാളായിരുന്നു കവിയൂർ പൊന്നമ്മ ചേച്ചി. അതിന് മുമ്പ് നമുക്ക് ലളിത ചേച്ചിയെ നഷ്ടപ്പെട്ടു, മീനാമ്മയെ നഷ്ടപ്പെട്ടു, നമുക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം. ആറന്മുള പൊന്നമ്മയെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ കണ്ണിയിൽ അവസാനത്തെ ഏറ്റവും
മലയാളിയുടെ മനസ്സിലെ എക്കാലത്തെയും ഒരു മാതൃ സാന്നിധ്യമായിട്ടുള്ള പൊന്നമ്മ ചേച്ചിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് സിബി സാർ പറയും. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്ത ഒരു അഭിനേത്രിയാണ്. എന്നോടൊപ്പം ആദ്യമായിട്ട് പൊന്നമ്മ ചേച്ചി അഭിനയിക്കുന്നത് തനിയാവർത്തനത്തിലാണ്. അതിന് മമ്മൂട്ടിയുടെ അമ്മ കഥാപാത്രത്തെയാണ്. അതിൻ്റെ അവസാന രംഗങ്ങളൊക്കെ ഇന്നും മലയാളികളുടെ ഉള്ളിൽ വലിയ വിങ്ങലായിട്ടുണ്ട്. അമ്മ മകനെ ചോറൂട്ടി യാത്ര അയക്കുന്ന രംഗം. പിന്നീട് പൊന്നമ്മ ചേച്ചി എന്നോടൊപ്പം എൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചത് കിരീടത്തിലാണ്. അതിൽ മോഹൻലാലും പൊന്നമ്മ ചേച്ചിയും അമ്മയും മകനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ പിന്നീട് അനവധിയായ എൻ്റെ സിനിമകളുണ്ട്. ഭരതത്തിലായാലും ധനത്തിലായാലും ദശരഥത്തിലും ഇസാനസ് അബ്ദുള്ളയിലും മായാമയൂരത്തിലും ഒക്കെയും ഒരുപാട് സിനിമകളിൽ ഇതേ കോമ്പിനേഷനിൽ അമ്മയും മകനുമായിട്ട് പൊന്നമ്മ ചേച്ചിയും ലാലും അഭിനയിച്ച നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ കഥയും കഥാപാത്രങ്ങളും നമുക്ക് സമ്മാനിച്ച സിനിമകളാണത്. അമ്മ എന്ന സങ്കല്പം മലയാളികളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അത് പൊന്നമ്മ ചേച്ചിയുടെ മുഖമായിട്ടാണ് തെളിഞ്ഞു വരിക. മലയാളികളുടെ ആ രൂപത്തെ ആണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വ്യക്തിപരമായിട്ടും നമ്മുടെ ചലച്ചിത്ര മേഖലയ്ക്കും വലിയ നഷ്ടം തന്നെയാണ് പൊന്നമ്മ ചേച്ചിയുടെ വിയോഗം. ആ ഒരു തലമുറ കടന്നു പോവുകയാണ്. സുകുമാരി ചേച്ചിയും ലളിത ചേച്ചിയും ആറന്മുള പൊന്നമ്മ ചേച്ചിയും തുടങ്ങി അമ്മമാരുടെ ഒരു നിരയിൽ അവസാനമായി നമ്മൾ വേർപെട്ടു പോകുന്ന പൊന്നമ്മ ചേച്ചിക്കും നമ്മൾ സ്നേഹാദരങ്ങളോടെ വിട പറയുകയാണ്. നാളെ പൊതുദർശനത്തിന് വെക്കുന്നതിന് ശേഷമുള്ള വീട്ടുവളപ്പിലെ സംസ്കാര ചടങ്ങുകൾ വരെയും മലയാള സിനിമ പൊന്നമ്മ ചേച്ചിയെ യാത്രയ്ക്കാൻ കൂടെ ഉണ്ടാവും. ഈ നഷ്ടത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായും FK എന്ന സംഘടനയുടെ പേരിലുള്ള എല്ലാ ആദരാഞ്ജലികളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടുന്ന് ആൾക്കാർ മാറണം. ഇവിടുന്ന് നല്ലതുപോലെ മാറണം. ഒരു വരി നിൽക്കാൻ പാടില്ല. കാര്യങ്ങളിലേക്ക് അതിനോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം അത് കവിയൂർ പൊന്നമ്മയാണോ ഇവിടുത്തെ ലോഞ്ചിൽ വെച്ചിട്ടുണ്ട്. പലപ്പോഴും പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ